വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ SIR നടപടികൾ നീട്ടിവെക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. നടപടി നീട്ടുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരിഗണിക്കാൻ കഴിയുന്ന വിഷയമല്ല എന്നാണ് മറുപടി. ജോയിന്റ് കൌൺസിൽ നൽകിയ നിവേദനത്തിലാണ് സംസ്ഥാന കമ്മീഷൻ മറുപടി നൽകിയിരിക്കുന്നത്. ഗോപാൽ ശിലാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇവിടെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരിമിതിയുണ്ട് എന്ന മറുപടിയാണോ ഇപ്പോൾ ജോയിന്റ് കൌൺസിൽ നൽകിയിരിക്കുന്നത്? പരിമിതിയുണ്ടാകാം, പക്ഷേ ഇവിടുത്തെ സാഹചര്യം കൃത്യമായി ബോധ്യപ്പെടുത്താനാകുമല്ലോ. അത് ചെയ്യാൻ തയ്യാറല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ മറുപടിയിൽ പറയുന്നത് ഗോപാൽ? സ്മൃതി, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നിസ്സഹായരാണ് എന്ന തരത്തിലേക്ക് വിശദീകരിക്കാവുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന മറുപടിയാണ്, അതിന്റെ കത്താണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ജോയിന്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ BLOമാരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. അതായത് വലിയ സമ്മർദ്ദമാണ്, വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ട് ഈ ജോലി ചെയ്യുന്നതിന് അനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിലേക്ക് BLOമാർ തങ്ങളുടെ സംഘടനയെ ബന്ധപ്പെടുകയും തുടർന്ന് സംഘടനാ തലത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷർക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഇത്തരത്തിലൊരു നിവേദനം നൽകുകയും ചെയ്തു. ഈ SIR നടപടികൾ നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ആവശ്യത്തിനുള്ള മറുപടിയാണ് ഇത്തരത്തിൽ SIR നടപടികൾ നീട്ടിവെക്കുന്നത് തങ്ങളുടെ പരിഗണനയിൽപ്പെട്ട അല്ലെങ്കിൽ പരിഗണിക്കാൻ സാധ്യമായ വിഷയമല്ല എന്നും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് നീട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കേണ്ടതെന്നും തരത്തിലേക്കുള്ള നിസ്സഹായതയും അതേസമയം തന്നെ ഈ വിഷയത്തിൽ കൈയൊഴുകുകയും ചെയ്ത തരത്തിലേക്കുള്ള മറുപടി നൽകിയിരിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ അഡീഷണൽ സെക്രട്ടറിയാണ് ഈ മറുപടി ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിക്ക് രേഖാമൂലം നൽകിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും സ്മൃതി സൂചിപ്പിച്ച ഒരു കാര്യം ഇതിലുണ്ട്. ഇത് നീട്ടിവെക്കാൻ കഴിയില്ലെങ്കിലും അത് കൃത്യമായി തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെടുത്താൻ സാധിക്കും. കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇക്കഴിഞ്ഞ 15-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിലടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ ഉന്നയിച്ച ഒരേ ഒരു വിഷയം, ഈ നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് ഉദ്യോഗസ്ഥരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്, അത് കൃത്യമായി ധരിപ്പിക്കണം എന്നതാണ്. പക്ഷെ അപ്പോഴും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ധരിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള നീക്കുപോക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നോ തരത്തിലേക്കുള്ള മറുപടി ഒന്നും തന്നെ നൽകിയിരുന്നില്ല. അപ്പോൾ ഇത് നേരത്തെ തന്നെ കൃത്യമായി തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാമായിരുന്നു. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ലഭിച്ചതിന് പിന്നാലെ ഈ മരണം സംഭവിക്കുന്ന ഇന്നലെയാണ്, അതിന് തൊട്ട് തലേന്ന് ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജോയിന്റ് കൗൺസിൽ ഒരു ലെറ്റർ നൽകിയിരുന്നു. ആ ലെറ്ററിലും ഇതേ ആവശ്യം തന്നെയാണ്. അതായത് SIR നടപടിക്രമങ്ങൾ നീട്ടിവെക്കണം. അത് നീട്ടിവെക്കാത്ത പശ്ചാത്തലത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, തദ്ദേശ തെരഞ്ഞെടുപ്പും അവതാളത്തിലാകും. അതേസമയം തന്നെ SIR നടപടികൾ കൃത്യമായി തന്നെ അതിന്റെ ആക്യുറസി നഷ്ടപ്പെടും, അതിന്റെ വ്യക്തത നഷ്ടപ്പെടും എന്ന തരത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജോയിന്റ് കൗൺസിൽ മിനിഞ്ഞാന്ന് ബന്ധപ്പെട്ടിരുന്നു. ആ കത്തിനുള്ള മറുപടി ഇതുവരെയും ലഭിച്ചിട്ടുള്ള ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റെ മരണമുണ്ടാകുന്നതും ഈ വിഷയം ഇത്തര ഗൗരവത്തിലേക്ക് മാറുന്നതും. എന്തായാലും BLOമാരുടെ ദുരിതം ഇന്നോ ഇന്നലെയോ അല്ല ചർച്ചയാകാൻ തുടങ്ങിയത്. അതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു മന്ദത അല്ലെങ്കിൽ ഒരു നിശബ്ദത ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്മൃതി, ശരി. ഗോപാൽ ശിലാസനിലും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.